ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ബോഗൻവില്ല റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കിട്ടണം. ഇതിനു വേണ്ടി ഒരു 2 ബോഗൻവില്ല എടുത്തിട്ടുണ്ട്. ചെറുതും ഇത് ഞാൻ ടെറസിൽ നിന്ന് തന്നെ കമ്പ് കുത്തി മുളപ്പിച്ചതാണ്. അതുപോലെ ഇത് കൊണ്ടുവരണം, വൈറ്റ്. ഇത് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടായി. അപ്പൊ ഇത് റീപോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് തന്നെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഹോളുള്ള ഭാഗത്ത് കല്ല് ഇടണം. അതിനുശേഷം ഇതിൽ നേരത്തെ വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഇതാണ്, വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം. എന്നിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വലിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതിനുശേഷം നമ്മളിതിൽ വലിയ പോട്ടിൽ വെച്ചതിന് ശേഷം ചുറ്റും മണ്ണിടുക. കുറച്ച് വേണമെങ്കിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്ക് സ്വല്പം മിക്സ് ചെയ്യാം. അധികം ഇടരുത്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയില് ഒരു സുഹൃത്ത് ചോദിച്ചായിരുന്നു വേപ്പിന് എന്താ വളം ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ അടുക്കള വേസ്റ്റാണ്. അടുക്കള വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ടാവും. പഴത്തൊലി, മറ്റേ പച്ചക്കറിയുടെ എന്ത് വേസ്റ്റും, അവൻ്റെ മുട്ടത്തൊണ്ട്, ചായപ്പൊടി, അത് ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കലാണ് പതിവ്. അല്ലാതെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല. പിന്നെ വെള്ളവും അതിരിക്കുന്ന സ്ഥലവും അതിൻ്റെ വെളിച്ചവും എല്ലാം ആശ്രയിച്ചിരിക്കും ചെടികളുടെ വളർച്ച. അപ്പൊ ഇത് നമ്മള് വെച്ചതിന് ശേഷം ചുറ്റും മണ്ണിട്ട് കൊടുക്കുക. ഇതുപോലെ ചുറ്റും മണ്ണിട്ട് കൊടുക്കുക. മണ്ണെന്ന് പറയുമ്പോൾ അതിൽ വളം കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വളം എന്ന് പറഞ്ഞാൽ ഈ അടുക്കള വേസ്റ്റാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടി, ചാണകപ്പൊടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. അപ്പൊ ഇതിന്റെ കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മള് ഇത് റീപോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്തിരിക്കണം. അതുപോലെ തന്നെ പ്രസ് ചെയ്യാം. ഇത് വലിക്കാണ്ട, സിമ്പിൾ വർക്കാണ്. നേരത്തെ വെള്ളം ഒഴിച്ച് വെക്കണമെന്ന് നോക്കാം. അതായത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മണ്ണ്, അതായത് കുമ്മായം വിതറിയ ഒരു 2 മാസം അല്ല 2 ആഴ്ചയെങ്കിലും നമ്മൾ മണ്ണ് വെച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ മണ്ണ് എടുക്കാവുള്ളൂ. പിന്നെ നിങ്ങളുടെ താല്പര്യം പോലെ വളം ഇതിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചുറ്റും മണ്ണിട്ട് കൊടുക്കാം. ഇതുപോലെ മണ്ണിട്ട് കൊടുക്കും. അപ്പൊ ഇതിന്റെ വർക്കും കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു പോട്ടിലേക്കാണ്. ഞാൻ കമ്പൂത്തി മുളപ്പിച്ചാണ് അതൊക്കെ. അത് ഇതുമാതിരി നമ്മൾ കവർ നഷ്ടപ്പെടാതെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇതിന്റെ ഒരു ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടു, 2 ഫ്ലവർ കൊഴിഞ്ഞു. പ്രസ് ചെയ്തതിന് ശേഷം ഈ കവർ നമുക്ക് വീണ്ടും വേറെ ഉപയോഗത്തിന് വേണ്ടി എടുക്കുകയും ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടോ, ഇതേപോലെ എടുക്കാം. ഫ്ലവറൊക്കെ കൊഴിഞ്ഞു, ഇവിടെയൊക്കെ ഫ്ലവർ ആയിരുന്നു. അത് ഇതുപോലെ മണ്ണ് നിറച്ചതിന് ശേഷം മണ്ണ് കുറച്ച് നിറക്കാം, മറ്റേത് വെച്ചു കൊടുക്കാം. അതിനുശേഷം ചുറ്റും മണ്ണിട്ട് ഫില്ല് ചെയ്യാം. ചുറ്റും മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്ന കാരണം ഞാൻ കംപ്ലീറ്റ് കാണിക്കുന്നില്ല മണ്ണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ചെടി നമുക്ക് നശിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതുമാതിരി കട്ടിങ് എടുത്ത് വെക്കുവാണെങ്കിൽ അത് നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.